ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചിക്കൻ മന്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട്. 1 കിലോ ചിക്കന് 4 പീസായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ പീസായിട്ടാണ് ഉള്ളതെങ്കിലും അത് കുഴപ്പമില്ല, അതങ്ങനെ എടുക്കാം. അതുപോലെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. മന്തിക്ക് സാധാരണ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ അധികം എടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്, ഇതേപോലെ തന്നെ കുത്തി ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പം ഒരു 3 വെളുത്തുള്ളി ഇതേപോലെ തന്നെ ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് മന്തി മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മന്തി മസാലയുടെ റെസിപ്പി മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മാഗിന്റെ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ആട്ടാ ചേർക്കുന്നത്. ഈ ഒരു പാക്കറ്റിൽ 2 എണ്ണം വരും. അപ്പം ആ ഒരു രീതിയിലുള്ള 3 എണ്ണമാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്ന സമയത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതില് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ ചിക്കന് ഒന്ന് വരഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഇതിപ്പോ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം കളർ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഇതാ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈ വെച്ച് തന്നെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം 8 മണിക്കൂർ വെക്കുന്നുണ്ട്. ഞാൻ പിറ്റേന്ന് രാവിലെ ആക്കാൻ വേണ്ടി തലേന്ന് രാത്രിയാണ് ഇതിപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതാ ഇതിപ്പോ പിറ്റേന്ന് രാവിലെ ആട്ടാ ഞാൻ എടുക്കുന്നത്. നമുക്ക് ഈ ചിക്കന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് നമ്മൾ റൈസ് വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഏതാണോ എന്ന് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ ചിക്കന് മാറ്റി കൊടുക്കാം. ഈ ഒരു സെയിം പാത്രത്തിലാട്ടാ റൈസും എല്ലാം നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. പിന്നെ അതിലേക്ക് ഒരു 6 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 കറാമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ക്യാപ്സിക്കം ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ഈ ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഓവറായിട്ട് 2 സൈഡും മൊരിച്ചെടുക്കണ്ട, പക്ഷെ ചിക്കൻ നല്ലോണം തന്നെ വേവിച്ചിട്ടെടുക്കണം. അപ്പൊ ഇതാ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നല്ലോണം വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇത് റൈസിന്റെ കൂടെ വെക്കും. അപ്പോൾ ആ ഒരു ടൈമും കൂടി കണക്കാക്കിയിട്ട് ഒരു 90% വേവിച്ചിട്ടെടുക്കണം. അപ്പൊ ഇതാ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നമുക്ക്
ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇതാ ചിക്കൻ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലോണം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു ഓയില് ഇതിലുണ്ട്. ഈ ഒരു ഓയില് ഇതിൽ തന്നെ നിന്നോട്ടെ. ഈ ഓയിലിൽ തന്നെ നമ്മൾ റൈസ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ ഇതിലേക്ക് ഇനി ഞാനിപ്പം വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടാട്ടാ തിളപ്പിച്ചത്. അതായത് റൈസിന് കണക്കായിട്ടുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ഏലക്കായും പട്ടയും കറാമ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈസിന് കണക്കായിട്ടുള്ള സ്പൈസസ് ഞാനിപ്പം വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഒരു 3 ഏലക്കായി, 2 കറാമ്പ്, ഒരു വലിയ പീസ് പട്ട അങ്ങനെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ വെള്ളത്തിലേക്ക് അങ്ങനെ ചേർക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് ആ വെള്ളം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ലെമണ് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ബസ്മതി റൈസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ള. ബസ്മതി റൈസ് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം ഞാനിപ്പം ചേർത്ത് എങ്ങനെയെന്ന് വെച്ചാൽ 3 ഗ്ലാസ് ബസ്മതി റൈസിന് 4.5 ഗ്ലാസ് വെള്ളം അങ്ങനത്തെ കണക്കിലാട്ടാ എടുത്തത്. അതായത് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. അപ്പൊ ഇതാ ഇതിപ്പോ ഒരു 90% വെന്തിട്ടുണ്ട് റൈസ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു ഇതിൽ മേലേന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ച് ആ ചിക്കന് ഞാൻ ഈ ഒരു റൈസിന്റെ മേലെ ഈ ഒരു ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ റെഡ് ഫുഡ് കളർ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഫുഡ് കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അത് നിർബന്ധമുള്ള ഒരു സ്റ്റെപ്പേ അല്ല. ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യലില്ല. വീഡിയോക്ക് വേണ്ടി മാത്രം ഇപ്പൊ കളർ ചെയ്തത്. പിന്നെ അത് അതിലേക്ക് നമുക്ക് ഒരു 3-4 പച്ചമുളക് ഈ ഒരു രീതിയിൽ റൈസിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഇനി ഞാൻ ഇതിലൊന്ന് ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഒരു പാത്രത്തില് ഒരു ചെറിയ പീസ് ചാർക്കോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പാത്രം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപാട് ഇത് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പുക അതിനുള്ളിൽ നിൽക്കുള്ളൂ. ഈ കാര്യവും നിർബന്ധമുള്ള സ്റ്റെപ്പ് അല്ല ഇതും. അപ്പോൾ കണ്ടിന്യൂസ്ലി മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ 10 മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ആ ചാർക്കോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. പിന്നെ മന്തിന്റെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോ ചട്നീന്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ അത് ആക്കിയിട്ടില്ല. ഇവിടെ ആരും അത് കഴിക്കാത്തതുകൊണ്ട് ഞാനത് ആക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ മയോണൈസ് ആട്ടോ ആക്കിയത്. അപ്പൊ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.